മോഡൽ എക്സാമിന് മിക്ക കുട്ടികൾക്കും പണിയാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണിത്. കോണിക് സെക്ഷൻസ് ആവർത്തിച്ച് പരാബോള എളുപ്പമാണ്, എലിപ്സ് എളുപ്പമാണ്, സർക്കിള് വലിയ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പഠിച്ച് പോയിട്ട് അവർ ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്തു. പലരും എ പാർട്ട് പോലും വായിക്കാതെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ എ പാർട്ട് എളുപ്പമായിരുന്നു. അങ്ങനെ ഒരു ഫിഗർ തന്നു. ആ ഫിഗർ കണ്ടപ്പോഴേ കുട്ടികളൊക്കെ സ്കിപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ഒരു ഫിഗറിൽ പരാബോളയും സർക്കിളും ഉണ്ട്. വൈ സ്ക്വയർ ഈക്വൽ ടു 8x എന്നൊരു പരാബോള ഇതിനകത്തുണ്ട്, ഈ വളഞ്ഞ വര. ഒരു സർക്കിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ പരാബോളൻ്റെ ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു 8x ആണ്. എ പാർട്ട് ഒന്ന് വായിച്ചു നോക്കാം. എപ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പെട്ടെന്ന് സ്കിപ്പിലേക്ക് പോകരുത്. എ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫൈൻഡ് ദ ഫോക്കസ്, എസ് എന്ന ഫോക്കസ് കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, അതായത് പരാബോളൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫോക്കസും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റവും കാണാനാണ്. അത് എളുപ്പമുള്ള പാർട്ടാണ്. രണ്ടാമത്തത് എന്തോ ആയിക്കോട്ടെ, അത് ചെയ്യാമായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് ആദ്യം ചെയ്ത് കാണിച്ചു തരാം. എളുപ്പമാണ്, ജസ്റ്റ് ഞാൻ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരാബോളൻ്റെ ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു 8x ആണ്. അപ്പോൾ അതേ ഫോമാറ്റിലുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ 4 ഇക്വേഷൻ ഉണ്ട്. വൈ സ്ക്വയർ ഈക്വൽ ടു 4x, വൈ സ്ക്വയർ ഈക്വൽ ടു -4x, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay, എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay, അങ്ങനെ 4 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട ഏതാണെന്നുള്ള തീരുമാനിച്ചു. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണ് ഇതിന് പറ്റിയത്, അല്ലേ? അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഒന്ന് എഴുതി കൊടുക്കുക. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വൈ സ്ക്വയറും എക്സും ഒക്കെ ഉണ്ട്, 8ഉം 4aയും. അപ്പോൾ 4a ഈക്വൽ ടു 8 എന്ന് കൊടുത്തു. എ എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് 8/4 2 എന്ന് വരും. ഓക്കെ, എ കാൽക്കുലേറ്റ് ചെയ്യുക. പരാബോളിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എ കാൽക്കുലേറ്റ് ചെയ്യുക. ശരി, ഇനി ഫോക്കസും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ചോദിച്ചിട്ടുള്ളത്. ഫോക്കസ് പറഞ്ഞു കഴിഞ്ഞാൽ വൈ സ്ക്വയർ ഈക്വൽ ടു 4x ആണെങ്കിൽ ഫോക്കസിൻ്റെ ഫോമാറ്റ് എന്താ? A0 ആണ്. അപ്പോൾ ഫോക്കസ് 20. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഏത് പരാബോള ആണെങ്കിലും 4a ആണ്. അപ്പോൾ 4 × 2 8. ഓക്കെ, ഇനി നമുക്ക് ബി പാർട്ട് നോക്കി നോക്കാം. എ പാർട്ട് അത്ര എളുപ്പമാണ്, 2 മാർക്ക് സുഖമായിട്ട് കിട്ടുമായിരുന്നു. ഇനി ചോദ്യം, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദ പരാബോള. ഈ പരാബോളേൻ്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റ് ആണ് LL ഡാഷ്, ഈ കുത്തനുള്ള വര. പരാബോളേൻ്റെ ആ ലാറ്റസ് റെക്റ്റം സർക്കിളിൻ്റെ ഒരു കോഡാണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സർക്കിളിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു കോഡാണ്. ഓക്കെ, ആ സർക്കിളിൻ്റെ സെൻറ്ററാണ് ഒറിജിൻ എന്ന് തന്നിട്ടുണ്ട്. സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ എന്ന് തന്നിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ? വളഞ്ഞ് മൂക്ക് പിടിച്ചിരിക്കുക. പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാമായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആ റഫ് ഫിഗർ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? സെൻറ്ററും വേണം, റേഡിയസും വേണം. സെൻറ്റർ അവർ ഒറിജിനാണെന്ന് തന്നിട്ടുണ്ട്, സെൻറ്റർ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി റേഡിയസും കൂടെ കിട്ടിയാൽ പോരെ? ഓക്കെ, റേഡിയസ് കിട്ടാൻ സെൻറ്റർ ഇവിടെ ഒറിജിൻ 0 ഉണ്ട്. റേഡിയസ് കിട്ടാൻ സർക്കിളിലൊരു പോയിൻ്റ് ആയാലും പോരെ? അപ്പോൾ നമുക്ക് റേഡിയസ് കാണാമല്ലോ. ഓക്കെ, ഇനി ലാറ്റസ് റെക്റ്റം എന്താണെന്നുള്ളത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ലാറ്റസ് റെക്റ്റം. അതിൻ്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം നമ്മൾ 8 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഈ ലെങ്ത്ത് 8 ആണ്, നമ്മൾ തൊട്ട് മുന്നേ എഴുതിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എന്തായിരിക്കും? മുകളിലേക്കും താഴത്തേക്കും ഒരേപോലെ ആയിരിക്കും പരാബോള. സിമെട്രിക് അബൌട്ട് എക്സ് ആക്സ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊന്നും ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ 8 ആണെങ്കിൽ മുകളിലേക്കും 4 താഴത്തേക്കും 4 ആവുമല്ലോ. ഈ വരയുടെ നീളം ഇത് 4 യൂണിറ്റ് ആവും, താഴത്തേക്ക് 4 യൂണിറ്റ് ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഈ പോയിൻ്റ് അല്ലേ? ശരി, ഇനി ഒരു കാര്യം കൂടെ നമുക്കറിയാം ഈ ഡിസ്റ്റൻസിനെ പറ്റിയിട്ട്. ആ ഡിസ്റ്റൻസ് അല്ല, എസ് എന്ന പോയിൻ്റ് നമ്മൾ, അതായത് എസ് എന്ന ഫോക്കസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അവരെന്നെ പറഞ്ഞിട്ടുണ്ട് ഫോക്കസാണ് എസ് എന്ന പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇതാണ് ഫോക്കസ്. സോ ഇത് 20 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 20 4 യൂണിറ്റ് മേലേക്ക് പോയി കഴിഞ്ഞാൽ ആ പോയിൻ്റ് ഏതായിരിക്കും? 24 ആയിരിക്കില്ലേ? എക്സ് വാല്യൂ മാറില്ലല്ലോ. അതായത് എക്സ് ആക്സിസ് ഒരു പോയിൻ്റ് 20 ഫോക്കസ്, അതിന് 4 യൂണിറ്റ് മേലേക്ക് പോയി കഴിഞ്ഞാൽ വൈ ആക്സിസിൽ 4 യൂണിറ്റ് പോയി കഴിഞ്ഞാൽ 24. സോ ഈ പോയിൻ്റ് കിട്ടിയില്ലേ? എൽ എന്ന പോയിൻ്റ് എന്തായിരിക്കും? 24 ആയിരിക്കും. ഒറിജിൻ നമുക്കറിയാം, അല്ലെങ്കിൽ സെൻറ്ററും അറിയാം. സെൻറ്റർ എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് റേഡിയസ് കണ്ടൂടെ? റേഡിയസ് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ എന്നുള്ള ഈ ഡിസ്റ്റൻസ് ആവില്ലേ? ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആയിരിക്കും 0 എന്ന് 24ലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് 4 വെച്ചിട്ട് സുഖമായിട്ട് ചെയ്യാം.
2 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് 0 ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, അതായത് എന്താ വരിക, റൂട്ട് 4 പ്ലസ് 16 റൂട്ട് 20. റേഡിയസ് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്ത് റേഡിയസ് ഇതാ സർക്കിളിൻ്റെ ഇക്വേഷനിൽ റേഡിയസും ആയി. അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതിക്കൂടെ? ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് എന്താ വരിക, എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ അഥവാ റൂട്ട് 20ൻ്റെ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 20. ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. സംഭവം സിമ്പിളാണ്. ഫോക്കസാണ് ഇത് 20. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റ് ആണെങ്കിൽ 4 യൂണിറ്റ് മേലേക്കും താഴ്ത്തിക്കും. സോ ഇത് 24 എന്ന പോയിൻ്റ് ആയിരിക്കും. അതുകൊണ്ട് റേഡിയസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, റൂട്ട് 20. അത് വെച്ചിട്ട് സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാം. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ വെച്ചാൽ ഇത്രയേ ഉള്ളൂ ആൻസർ. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുമായിരുന്നു.